നിതിൻ രാമേന്ദ്രൻ ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചു. നിതിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഈ സിനിമയിൽ ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് ഇവിടെ ചെറിയ കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. നിതിനകത്ത് അഭിനയിച്ചപ്പം എന്താണ് തോന്നിയത്? എനിക്ക് ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എപ്പോഴും സിനിമ കാണുമ്പം എപ്പോഴും ഇങ്ങനെ ഡീപ്പ് ക്യാരക്ടേഴ്സിനുള്ള ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റോറി റൈറ്റർ ഡയറക്ടർ ഇപ്പം രമേശ് ചേട്ടൻ വന്നപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതാണ് ക്യാരക്ടർ, ഇതാണ് സ്റ്റോറി എന്ന് പറഞ്ഞപ്പം ദാറ്റ്സ് ഡീപ്പ് അല്ലേ, ആ ഒരു പോയിന്റ്. സോ ഐ ന്യൂ ദാറ്റ് ആ ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഡെപ്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. സോ ഫോർ ദ ഫസ്റ്റ് ടൈം if you can get a good chance, it's always good. നിതിൻ്റെ ഈ മൂവിയിലെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ക്യാരക്ടർ എന്ന് പറയുമ്പം ആക്ച്വലി നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ ഫിയർ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഫിയർ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ശരിക്കും ഫിയർ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? എസെൻഷ്യലി ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദാറ്റ് അല്ല, നമ്മൾ ശരിക്കും ഡീപ്പായിട്ട് ഫിയർ ചെയ്യുന്നൊരു കാര്യം, പക്ഷെ വി വാണ്ട് ടു ഫേസ് അവർ ഫിയേഴ്സ്, റൈറ്റ്? ആ ഒരു കാര്യം മുന്നിൽ വരുമ്പം ആ ഒരു തോന്നുന്ന ഒരു ഇമോഷണൽ ടർബുലൻസ്, റൈറ്റ്? ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് ക്യാരക്ടർ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞപ്പം ക്യാരക്ടർ, ആ ഒരു ഡീപ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞില്ലേ, ഡീപ്പ് ക്യാരക്ടറിൻ്റെ അടുത്ത് അത് സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ലോട്ട് ഓഫ് ഇറ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആക്ച്വലി റിലേറ്റഡ് ടു സർട്ടൻ പേഴ്സണൽ എക്സ്പീരിയൻസസ് ദാറ്റ് ഐ ഹാഡ് which are not to that depth, പക്ഷേ it was something similar. I tried to extrapolate it to something the story that I saw in the movie, right? So I felt that I made it very personal to myself, right? From our point of view, it was actually wonderful to be able to be in that role and actually make something in your life actually meaningful, right? It was a wonderful experience. അപ്പം വളരെ ചെറിയ സീനിലൊക്കെ വന്നിട്ടുള്ളൂ എന്ന് തോന്നിയാലും സിനിമയിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. മധു, താങ്ക് യു. ഇതിനകത്തൊരു ഡോക്ടർ കഥാപാത്രം അല്ലേ മധു, അതിനെപ്പറ്റി ആ കഥാപാത്രത്തെ പറ്റിയോ അതിൻ്റെ ആ സിനിമയിൽ കൂടെ പോയപ്പോൾ എക്സ്പീരിയൻസിനെ പറ്റിയോ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം? ദിസ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. ഇവിടെ വന്നതിന് ശേഷം, എസ്പെഷ്യലി അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് ഫോറിൻ മൂവീസ് കാണാൻ കൂടുതൽ അവസരം ലഭിച്ചത്, എസ്പെഷ്യലി നോൺ ഇംഗ്ലീഷ് മൂവീസ്. അപ്പോൾ അത് മൂവീസിനോടുള്ള ഒരു താല്പര്യം വളരെ, ഐ തിങ്ക് എവരിബഡി ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മൂവി ബഗ്സാണ്. അപ്പം അത് പിന്നെ ടെക്നോളജി വളരെ ചീപ്പായി. മൂവി മേക്കിംഗ് ഇറ്റ്സ് ബിക്കം വെരി ചീപ്പ്. ഇറ്റ്സ് ഗോൺ ടു ദ മാസസ്. അതൊരു ഡെമോക്രറ്റൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ കുറച്ച് ഒരു ക്രിയേറ്റീവായിട്ട് കുറച്ച് ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള കുറച്ച് പേര് കൂടി ചേർന്ന് നടത്തിയൊരു അറ്റംപ്റ്റാണ്. ആരെയാ ഉദ്ദേശിച്ചത് ക്രിയേറ്റീവായിട്ട് ആപ്റ്റിറ്റ്യൂഡ്? ഒബ്വിയസ്ലി ഡയറക്ടർ. അപ്പോൾ ഒരു അറ്റംപ്റ്റാണ്. ദാറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ എൻ്റെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സ്മോൾ ക്യാരക്ടർ. പക്ഷേ ക്യാരക്ടറിന് ഒരു പാസ്റ്റിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഹി ഹാവ് എ ഫേസ് ഇൻ towards a society as a happy face, but he's stuck in the past. Something happened in the past and he is stuck in that incident. So our incident lifelong he is regretting it, or he is have regretful thoughts about it, and he suffered a heavy loss, seems to be. So അത് പലപ്പോഴും ആ ക്യാരക്ടറിൽ ജീവിത സന്ദർഭങ്ങളിൽ പലപ്പോഴും അത് റിഫ്ലക്ട് ചെയ്യും. പുള്ളി അറിയാതെ വെളിയിൽ വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറാണ് ഞാൻ അവതരിപ്പിച്ചത്. ഹോപ്പ്ഫുള്ളി ഐ കുഡ് ഡു ഇറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് മധുവിന് തോന്നിയ ഭാഗം എന്നുള്ളത് ചെയ്യാൻ? പ്രോബ്ലി എനിക്കൊന്ന് വാഷ് ബേസിൻ, അതായത് ബാത്റൂമിൽ വാഷ് ബേസിനിലെ സീനിലായി, ബാത്റൂമിൽ മുഖം കഴുകുന്ന സീനായില്ല. ആണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. അപ്പം സ്വന്തം ശരിക്കുള്ള ജീവിതത്തിലും വലിയ ഗായിക, സിനിമയിലും ഗായിക, എന്താണ് ജീവിതത്തിൽ സ്റ്റേജിൽ കയറി പാടുമ്പോഴും
സിനിമയിൽ പാടുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തോന്നിയത്? സമയം എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? വ്യത്യാസം എന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവിയുടെ ഒരു ഷോർട്ട് ഫിലിം ആകട്ടെ, മൂവി ആസ് സച്ച് എന്നൊരു കോൺസെപ്റ്റിൽ ഒരു പാർട്ടാവുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇതിപ്പം എന്താ പറയുക, ഒരുപാട് പേര് ലൈറ്റ്സിന് പുറകെ ക്യാമറയുടെ പുറകെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വി ആർ ബീങ് ഗിവൺ ഡയറക്ഷൻസ്. അപ്പം ആ ഒരു ക്യാമറ കോൺഷ്യസ്നെസ് ഇനീഷ്യലി ഉണ്ടായിരുന്നെങ്കിലും ഐ തിങ്ക് ഇവൻച്വലി ഐ ഗോട്ട് ഓവർ ഇറ്റ്. ആൻഡ് പാട്ട് പാടിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. സോ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഡിഫിക്കൽട്ടി ആയിട്ടും തോന്നിയില്ല, എക്സെപ്റ്റ് ഫോർ ദ ക്യാമറ പോർഷൻ. ആ ഒരു കോൺഷ്യസ്നെസ് അല്ലാതെ വേറെ ഡിഫിക്കൽട്ടി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആസ് ഫാർ ആസ് എ ക്യാരക്ടർ ഇസ് കൺസേൺ, എന്താ പറയുക, ഒരു എക്സ്പാറ്റിൻ്റെ വൈഫ്. സോ റിയൽ ലൈഫിലും അങ്ങനെയാണ്. സോ എനിക്കങ്ങനെ ശരിക്കും റിയൽ ലൈഫിൽ നിന്ന് തന്നെ ഒരുപാട് ഒരു സിമ്പിൾ ക്യാരക്ടർ, ജസ്റ്റ് എന്താ പറയുക, ഹു ഇസ് ലുക്കിംഗ് ടു പുതിയൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഹു ഇസ് ലുക്കിംഗ് ടു മീറ്റ് ന്യൂ പീപ്പിൾ, ന്യൂ കണക്ഷൻസ്. അപ്പം അങ്ങനത്തെ ആ ഒരു പുതിയ സ്ഥലത്തെ എങ്ങനെ സ്വന്തം വീടാക്കാം എന്ന് എന്താ പറയുക നോക്കുന്ന ഒരു ക്യാരക്ടർ. സോ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുകയല്ല ചെയ്തത്. എൻ്റെ ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ ആരാണോ അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. സോ ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പൊ ഇത് മൂവിയിലേക്കുള്ള വരവിന്റെ തുടക്കമാണെന്നാണ് ഇവിടേക്കുള്ള ഒരു കേൾവി സൗമ്യയുടെ. എന്താണ് അടുത്ത പരിപാടി? ഇങ്ങനെ മൂവിയിൽ അഭിനയിക്കുക, പാട്ടിൽ നിന്ന് മാറി മൂവിയിലേക്ക് മാറുക, പാട്ടിലേക്ക് വരിക, ഇങ്ങനെയൊക്കെയാണോ പരിപാടി? അല്ലല്ല, എനിക്ക് പൊതുവെ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക്കിലാണെങ്കിലും ശരി, ഞാൻ ഐ കീപ് എക്സ്പെരിമെന്റിങ് കുറെ കാര്യങ്ങൾ. എന്നുവെച്ചാൽ ജസ്റ്റ് പാട്ട് മാത്രമല്ലാതെ ഞാൻ ചിലപ്പോൾ ബ്ലോഗ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ മ്യൂസിക് തന്നെ പല രീതിയിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ ഐ തിങ്ക് മൂവിയും ഒരു സെൽഫ് എക്സ്പ്രഷന്റെ പാർട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. റാദർ ദാൻ എന്താ പറയാ ഒരു ആക്ടിങ് അങ്ങനെ ഞാൻ നോക്കുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് അനദർ വേ ടു എക്സ്പ്രസ് യുവർ സെൽഫ്. സോ ഇപ്പൊ എനിക്ക് മ്യൂസിക് ആയിരുന്നു ഇത്രയും ദിവസം. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഐ ഹാഡ് ഫൺ. ആക്ച്വലി തിരുവനന്തപുരം തന്നെയാ സ്ഥലം? ഓ തന്നെ. അതെ, ഞാൻ ഇത്ര നേരം ഞാൻ രമേശിന്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ല, ഇതിനകത്ത് വളരെ പവർഫുൾ ആയിട്ടൊരു നമ്മള് രമേശിന് പോകുന്നതിന് മുമ്പ് ഒരു ക്യാരക്ടറും കൂടെ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ പറ്റി റോഷി അവതരിപ്പിച്ച ആ ക്യാരക്ടറിനെ പറ്റി റോഷി രണ്ട് കാര്യം. എനിക്കിതിനകത്ത് സൗമ്യ പറഞ്ഞ പോലെ അധികം ഒരു വലിയൊരു ക്യാരക്ടർ എന്ന് പറയാനില്ല. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ ക്യാരക്ടർ, വൈഫ് നാട്ടിൽ പോയി ബാച്ചിലറായിട്ട് ഒരു പാർട്ടി ക്യാരക്ടർ. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കേണ്ടി വന്നപ്പോൾ അത് സാധാരണ ചെയ്യേണ്ട കാര്യമാണെങ്കിലും അത് അഭിനയിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കേട്ടോ. പക്ഷെ അതൊരു വലിയ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത് അതോ? അയ്യോ, ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനത്തെ പരിപാടികളൊന്നും പോയിട്ടില്ല. ഇങ്ങനൊരു നമ്മുടെ ഒരു നല്ലൊരു സുഹൃത്ത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചു അതിനകത്ത് എന്തായാലും പങ്കെടുക്കാം എന്ന് വിചാരിച്ചു. അത് ഓക്കെ അല്ലേ അണ്ണാ? എങ്ങനെയാണ് ഓക്കെ ആയിട്ട് വന്നെന്ന് പറയാം. ഒരു 10-15 ടേക്ക് എടുത്ത് കഴിയുമ്പോൾ ഏത് അണ്ണനും അളകോടനും നന്നായിട്ട് അഭിനയിച്ച പോലെ തോന്നും. ഇത് ഡയറക്ടറുടെ എഡിറ്ററുടെ ഒക്കെ കഴിവാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ രമേശിന്റെ അടുത്ത്, ഇങ്ങനെയൊരു വളരെ പവർഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഔട്ട്സൈഡർ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ഫസ്റ്റ് ടൈം അറ്റൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് കണ്ടുവരുന്നത്. വളരെ പവർഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റ്, വളരെ സ്ട്രോങ് ആയിട്ടൊരു എക്സിക്യൂഷൻ. ഇതിനെപ്പറ്റി ഒന്ന് പറയൂ, എന്താണ് ഇതിന്റെ മോട്ടിവേഷൻ? എന്തായിരുന്നു ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു? അല്ല, ഈ മോട്ടിവേഷൻ പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ സിനിമ എന്ന് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇതൊരു ഫുൾ ലൈഫ് 2-2.5 മണിക്കൂറുള്ള സിനിമ. അങ്ങനെയൊന്നുമല്ല. ഇതൊരു 15 മിനിറ്റുള്ള ചെറിയൊരു മൂവിയാണ്. ഇത് നമ്മൾ വെറുതെ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടിവേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയാം. ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥലം, കുറച്ച് മലയാളികളേ ഉള്ളൂ. 8 മാസം വിൻ്റർ, 4 മാസം സമ്മർ.
നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 4 മാസമേ ഉള്ളൂ. 8 മാസം നമ്മൾ എങ്ങനെ സമയം കളയണം, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമയം കളയാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പല പല ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളുടെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർക്ക് പലർക്കും പല ടാലൻസ് ഉണ്ട്. അപ്പം യുണീക്ക് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനുള്ള ടാലൻറ്റ് എനിക്കില്ല, എനിക്കുള്ള ടാലൻറ്റ് മകനില്ല, മകനുള്ള ടാലൻറ്റ് എനിക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള ടാലൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്തുകൂടാ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസ്, ചെറിയ സ്റ്റേജ് ഷോസ്, സ്കിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അപ്പോഴാണ് തോന്നിയത് ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ എന്താ, ഈ ടെക്നോളജിയൊക്കെ കുറേ അഡ്വാൻസ്ഡ് ആയില്ലേ, അപ്പം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്. അപ്പം നമുക്ക് കുറേ നല്ല പ്രോജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പ്രോജക്റ്റ് വേറെ വരുന്നുണ്ട്. അതൊന്ന് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ പ്രോജക്റ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് ഉണ്ടാക്കി, അതിനുവേണ്ടി ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കഥ വേണമല്ലോ, ഇത് വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയൊരു ത്രെഡ് കിട്ടി. അത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് പാത്ത് ടു ഫോർഗിവ്നെസ്. അതൊരു വലിയൊരു സംഭവമാണെന്ന് ഒന്നും പറയുന്നില്ല. നമ്മളൊരു ചെറിയൊരു എക്സ്പീരിയൻസ്, നമ്മൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ചേർന്ന് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ളത് കവിഞ്ഞ് അതിന് നമുക്ക് അതിന് വലിയ തരത്തിലുള്ള അർത്ഥങ്ങളൊന്നും കൊടുക്കുന്നില്ല, അധികമായിട്ടുള്ള ആവേശത്തോടുകൂടിയൊന്നും നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇഷ്ടമാകും എന്ന് കരുതുന്നു. അതിൽ കൂടുതൽ നമുക്ക് പറയാനില്ല.